നമസ്കാരം. ഞാനിനി പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലും നിങ്ങൾക്ക് അതിന് യോഗം ഉള്ളതിനാൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. എൻ്റെ പ്രശ്ന ചിന്തനത്തിൽ ഞാനിനി പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾ 2026 തീർച്ചയായും ഗുരുവായൂരിൽ പോകാതിരിക്കരുത് എന്ന് പറയാം. ആദ്യത്തെ 6 മാസത്തിനുള്ളിലെങ്കിലും നിങ്ങൾ തീർച്ചയായും ഗുരുവായൂരിൽ ദർശനം നടത്തുക. വർഷത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ദർശനം നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുവാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് അതിന് സമയമായതിനാലും ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നതിനാൽ കൂടിയാണ് ഇപ്രകാരം പരാമർശിക്കുവാൻ പോലും സാധിക്കുന്നത്, അഥവാ കേൾക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് കൂടി അർത്ഥമാക്കാം. ഏവരും തീർച്ചയായും അതിനാൽ ഗുരുവായൂരിൽ തന്നെ പോകണം. നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്നതായ ആ പ്രയാസങ്ങൾ, ദുഃഖ ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം തന്നെയാണ് ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതിലൂടെ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുക. അതോടൊപ്പം ഗുരുവായൂരിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചും വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നതാണ്. ആദ്യം പോകേണ്ടതായ നക്ഷത്രക്കാർ അഥവാ പ്രശ്ന ചിന്തനത്തിൽ തെളിഞ്ഞിരിക്കുന്നതായ നക്ഷത്രക്കാരെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. മറ്റ് നക്ഷത്രക്കാരും തീർച്ചയായും ദർശനം നടത്തുക. ഇവർ തീർച്ചയായും അഥവാ പോകാതിരിക്കരുത് എന്നാണ് അർത്ഥമാക്കുന്നത്. ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അതൊരു സ്ത്രീയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, രോഹിണി നക്ഷത്രക്കാരുണ്ട് എങ്കിൽ, നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ഉണ്ട് എങ്കിൽ തീർച്ചയായും 2026 ഗുരുവായൂരിൽ എത്താതിരിക്കരുത്. ഭഗവാന്റെ സമക്ഷം നിങ്ങൾ എത്തിച്ചേരണം. നിങ്ങളുടെ വിഷമങ്ങളും ദുരിതങ്ങളും, കാരണം ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതെല്ലാം ഇറക്കി വയ്ക്കുവാൻ സാധിക്കുന്ന ഒരിടം കൂടിയാണ് ഗുരുവായൂരപ്പന്റെ സന്നിധി. നിങ്ങൾ തീർച്ചയായും ഗുരുവായൂരിലെത്തൂ. നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അത് ഭഗവാൻ തന്നെ തീർത്തു തരും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ തുടക്കമായി തന്നെ 2026 മാറും. ഉയർച്ചയുടെ പടവുകൾ നിങ്ങൾക്ക് താണ്ടുവാൻ സാധിക്കും. കാരണം ഭഗവാന്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് ഉയർച്ച വന്നു ചേരും എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്കും ഈ 2026 അനുഭവവേദ്യമാകും. ഭഗവാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകേണ്ട ആ കാര്യത്തെക്കുറിച്ച് പിന്നീട് വിശദമാക്കാം. രണ്ടാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീയോ പുരുഷനോ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ 2026 ഗുരുവായൂരിൽ ദർശനം നടത്തണം. പ്രത്യേകിച്ചും ആദ്യത്തെ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന ആ നേരത്തെ ഗുരുവായൂരിൽ എത്തണം. ഭഗവാനെ നിങ്ങൾ തീർച്ചയായും ദർശിച്ച് നിങ്ങളുടെ വിഷമതകളും പ്രയാസങ്ങളും ഭഗവാനോട് പറഞ്ഞ് ആ കാര്യങ്ങൾ ഭഗവാന് മുൻപിൽ ഇറക്കി വയ്ക്കുക. കാരണം നിരവധിയാർന്ന കാര്യങ്ങൾ ഭഗവാനോട് പറയുവാൻ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പ്രശ്നവശാൽ തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരിലെത്തണം. ഭഗവാന് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അതിന് സമയമായതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ ഭഗവാന്റെ സന്നിധിയിലെത്തി ഭഗവാനോട് തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ 2026 തന്നെ അതിൽ നിന്നും മോചനം ലഭിക്കുക മാത്രമല്ല, ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന സാഹചര്യമായിരിക്കും 2026 നിങ്ങൾക്ക് ദൃശ്യമാവുക. പ്രധാനമായും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനവും ധനപരമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് പകർന്നു നൽകും. ഭഗവാന്റെ സന്നിധിയിലേക്ക്
നിങ്ങൾ കൊണ്ടുപോകേണ്ട ആ വസ്തുവിനെ കുറിച്ച് വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നുണ്ട്. അത്തം നക്ഷത്രക്കാരായ സ്ത്രീയോ പുരുഷനോ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരിലേക്ക് ദർശനം നടത്തേണ്ടതായ ഒരു സമയമാണ്. ഗുരുവായൂരിൽ ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തിച്ചേരണം. കാരണം പല പ്രയാസങ്ങളിലൂടെയും ദുഃഖ ദുരിതങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല വഴികളും മുൻപിൽ തെളിഞ്ഞു എന്ന് വരാം, പിന്നീട് അത് അസ്തമിക്കുന്നതായ സാഹചര്യം, പലപ്പോഴും ലഭിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, കുറ്റപ്പെടുത്തലുകൾ, അവഗണനകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, കൂടാതെ പല ആകുലതകളും ഉത്കണ്ഠകളും, തൊഴിൽപരമായ ടെൻഷനുകൾ, ഇത്തരത്തിൽ നിരവധിയാർന്ന പ്രശ്നങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷമായി തന്നെ 2026 മാറും. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ്, കൃപാകടാക്ഷത്താൽ കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തിച്ചേരണം. വെറും കൈയോടെ പോകരുത്. ചില കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നുണ്ട്. നിർബന്ധിച്ചാണ് എങ്കിലും ഈ നക്ഷത്രക്കാരെ തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തിക്കണം. ആദ്യത്തെ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്തുന്നതാണ് ഏറ്റവും ഉത്തമം. സാധിക്കുമെങ്കിൽ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ, ആദ്യ ദിവസങ്ങളിൽ തന്നെ എത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഭഗവാൻ നിങ്ങൾക്ക് വിളിക്കുന്നതായ, ഭഗവാൻ തന്നെ നിങ്ങളെ വിളിക്കുന്നതായ സാഹചര്യമാണ് മുൻപിലുള്ളത്. തീർച്ചയായും സന്നിധിയിലെത്തുക. ഭരണിയാണ് 4ാമത്തെ നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയോ പുരുഷനോ വീട്ടിലുണ്ട് എങ്കിൽ ഭഗവാന്റെ സന്നിധിയിൽ തീർച്ചയായും എത്തേണ്ടതായ ഒരു വർഷമാണ് 2026. പല കാര്യങ്ങളും ആലോചിച്ച് വിഷമങ്ങൾ ഇരട്ടിക്കുകയും ജീവിതം എപ്രകാരം മുന്നോട്ടു പോകും എന്ന് പോലും ചിന്തിച്ചു പോകുന്ന, ജീവിതം മടുത്തു എന്ന് പോലും തോന്നുന്നതായ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഭരണി നക്ഷത്രക്കാർ. അവർക്ക് ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹത്താൽ ഈ സമയം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. അതിനാൽ ഈ സമയം നിങ്ങൾ തീർച്ചയായും ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരണം. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കുവാനുള്ള സമയമായി എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രശ്നവശാൽ ഭരണി നക്ഷത്രക്കാരും ഭഗവാന്റെ സന്നിധിയിലെത്തണം. നിങ്ങളുടെ വിഷമതകളും ആകുലതകളും ആ ഉത്കണ്ഠകളും ഭഗവാനോട് മനസ്സ് തുറന്ന് പറയുക. എല്ലാം ഭഗവാന്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക. തീർച്ചയായും അത് 2026 നിങ്ങൾക്ക് പുതിയൊരു തുടക്കം നൽകും. ഈ സമയം ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതായ സമയമാണ്. ഭഗവാന്റെ അത്ഭുതകരമായ കാര്യങ്ങൾ, പ്രവർത്തികൾ, അത് പല ഭക്തരുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന കാര്യം തന്നെയാണ്. അത് നിങ്ങളിലേക്കും കടന്നു വരുന്ന ഒരു വർഷമായി തന്നെ 2026 മാറും. അതിനാൽ തീർച്ചയായും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തണം. പോകുമ്പോൾ ചില കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് വീഡിയോയുടെ അവസാനം പരാമർശിച്ചിട്ടുണ്ട്. പൂരം നക്ഷത്രക്കാർക്കും പ്രശ്നവശാൽ ഗുരുവായൂരിൽ എത്തേണ്ടതായ ഒരു വർഷം തന്നെയാണ് 2026. കഴിഞ്ഞ 2 വർഷങ്ങൾ നിങ്ങൾക്ക് അത്ര ശോഭനമായിരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം പ്രതീക്ഷ തെറ്റിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കൂ. ഇനി എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് പോലും ചിന്തിച്ചു പോകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയം. സാമ്പത്തികപരമായോ അല്ലെങ്കിൽ മറ്റ് വിഷമതകളോ നിങ്ങൾക്കുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നതായ സാഹചര്യമുണ്ട്. വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. തീർച്ചയായും ഈ സമയം ഗുരുവായൂരിൽ നിങ്ങൾ ദർശനം നടത്തുകയും ഭഗവാന് മുൻപിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക. ഭഗവാൻ തന്നെ നേരിട്ടിറങ്ങി നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു വർഷമായി മാറാം. അത്രമേൽ അനുകൂലമായ കാര്യങ്ങൾ
ഭഗവാൻ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷമായി തന്നെ 2026 മാറും. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ കൂടിയും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനാൽ കൂടിയുമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത്. പ്രശ്ന ചിന്തന പ്രകാരം ഇവർ ഗുരുവായൂരിൽ തീർച്ചയായും എത്തണം. ഭഗവാന്റെ സന്നിധിയിൽ എത്തുക മാത്രമല്ല, ചില കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ നക്ഷത്രക്കാരും സമർപ്പിക്കേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നുണ്ട്. ഉത്രം നക്ഷത്രക്കാരും ഞാൻ പ്രശ്നത്തിൽ കണ്ടത് പ്രകാരം ഗുരുവായൂരിൽ എത്തണം എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. കാരണം ചില പ്രശ്നങ്ങൾ ഇവരെ വേട്ടയാടുന്നു എന്നത് വാസ്തവമാണ്. എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യമുണ്ട്. അവഗണനകൾ, ധനപരമായ പ്രയാസങ്ങൾ, പല വ്യക്തികളിൽ നിന്നും ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യം, അർഹതയ്ക്കനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ പോലുമുണ്ട്. അതിലൊരു മാറ്റം സംഭവിക്കണം. മനസ്സിൽ പല വിഷമതകളും ഒതുക്കിയിരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഇത്തരത്തിൽ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ തന്നെയാണ് ആശ്രയമായി ഈ സമയം വന്നു ചേരുക. കാരണം പ്രശ്നവശാൽ നിങ്ങൾ ഗുരുവായൂരിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ ശോഭനമായി തീരും. ഭഗവാന്റെ സന്നിധിയിലെത്തി ഒരു വിഷമം പറയുകയാണ് എങ്കിൽ അതിന് തീർച്ചയായും ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ പ്രശ്ന പരിഹാരങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലേക്ക് ഭഗവാൻ തന്നെ ഉയർച്ചകൾ നൽകുന്ന, നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു വർഷമായി തന്നെ 2026 മാറും. അതിനുള്ള സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങുക. ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് അവസരങ്ങൾ കൊണ്ടുവരും. ഈ സമയം തീർച്ചയായും ഗുരുവായൂരിലെത്തി ഭഗവാന് മുൻപിൽ വിഷമങ്ങൾ ഇറക്കി വയ്ക്കൂ. ഭഗവാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകേണ്ടതായ വസ്തുക്കളുണ്ട്. അതേക്കുറിച്ച് വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നുണ്ട്. അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള വർഷമാണ്. എന്നാൽ അതിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുവാനും ഐശ്വര്യവർദ്ധനവിനും തീർച്ചയായും നിങ്ങൾ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തിച്ചേരണം. ഭഗവാനെ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. മനസ്സിൽ നിരവധിയാർന്ന വിഷമതകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അത്രമേൽ ശുഭകരമാകണം എന്നില്ല. ചില വിഷമതകളോ പ്രയാസങ്ങളോ ഉണ്ട്. അത് തീർച്ചയായും ഭഗവത് സന്നിധിയിൽ ഇറക്കി ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപ്രദമായി തന്നെ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് തന്നെ തുടങ്ങുക. ആദ്യത്തെ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ചും ദർശനം നടത്തുവാൻ ശ്രമിക്കണം. സാധിക്കുന്നവരാണ് എങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ മാസാദ്യത്തിന്റെ, അതായത് ജനുവരി മാസം തന്നെ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുക. ഈ സമയം ചില കാര്യങ്ങൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. വീഡിയോയുടെ അവസാനം അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൂനുമേൽ കുരു എന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ. അത് നിങ്ങളെ നേരിട്ട് ബാധിക്കുന്നതും അല്ലാത്തതുമായ പ്രശ്നങ്ങളുണ്ട്. മനസമാധാനം പലപ്പോഴും നീണ്ടു നിൽക്കാത്ത സാഹചര്യം, ഒരു സന്തോഷം വരികയാണ് എങ്കിൽ ഉടനെ ഒരു ദുഃഖം, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്ഥിരത ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. അർഹതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല. പലപ്പോഴും ധനം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യം, കടബാധ്യതകൾ കൂടുന്നു, അല്ലെങ്കിൽ ധനപരമായ പ്രയാസങ്ങളുണ്ട്. ഇത്തരത്തിൽ വിഷമതകളിലൂടെ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ 2026 കൂടുതൽ അനുകൂലമായി തീരും എന്നാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ സമയം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തിച്ചേരണം. ഭഗവാന്റെ മുൻപിൽ എത്തിച്ചേരുകയും ഭഗവാന് മുൻപിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുകയും ചെയ്യുക. മനസ്സറിഞ്ഞു തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യമായിരിക്കും 2026 വന്നു ചേരുക. ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല മാറ്റങ്ങളും ജീവിതത്തിൽ ആരംഭമാകും. പ്രധാനമായും വർഷത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ദർശനം നടത്തുക.
അതല്ല എങ്കിൽ ആദ്യത്തെ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം ചില വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നുണ്ട്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൂടുതലായും പ്രയാസങ്ങൾ അനുഭവിച്ചു പോരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ദുരിതങ്ങളോ പ്രയാസങ്ങളോ വിഷമതകളോ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്ന സാഹചര്യം, വന്നു ചേരേണ്ടതായ അനുകൂല സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് എതിരാകുന്ന സാഹചര്യം, പല വ്യക്തികളുമായി ശത്രുത, തർക്കങ്ങൾ, കയ്യിൽ പണം നിൽക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ ഉത്കണ്ഠകൾ, ആകുലതകൾ വന്നു ചേരുക, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 ഭഗവാൻ തന്നെ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ കൈപിടിച്ചുയർത്തും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രശ്നവശാൽ നിങ്ങൾ തീർച്ചയായും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എത്തിച്ചേരണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ എത്തണം. ഇപ്രകാരം നിങ്ങൾ എത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പല ദുഃഖ ദുരിതങ്ങൾക്കും അവസാനമാവുകയും 2026 കൂടുതൽ ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം. ഈ സമയം ചില കാര്യങ്ങൾ ഭഗവാന് നിങ്ങൾ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതേക്കുറിച്ച് വീഡിയോയുടെ അവസാനം പരാമർശിക്കുന്നുണ്ട്. ആ വസ്തുക്കൾ കൂടി ഭഗവാന് സമർപ്പിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും എന്റെ പ്രശ്നവശാൽ ഗുരുവായൂരിൽ എത്തേണ്ടതായ ഒരു വർഷം തന്നെയാണ് 2026. നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രധാനപ്പെട്ടതായ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള വർഷമാണ്. അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് കൂടിയേ തീരൂ. അതിനാൽ ഭഗവാൻ തന്നെ മുന്നിൽ നിന്നും നയിക്കേണ്ടതും അനിവാര്യമാകുന്നു. തീർച്ചയായും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തണം. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തണം. പ്രത്യേകിച്ചും നിങ്ങൾ വിഷുവിന് മുൻപായി തന്നെ തീർച്ചയായും ദർശനം നടത്തുക. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ മഹാഭാഗ്യം. പ്രത്യേകിച്ചും ജനുവരി മാസം തന്നെ നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്രകാരം ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിയായി നിങ്ങളിലേക്ക് കടന്നു വരും. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കടന്ന് വരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ പ്രശ്ന പരിഹാരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ അർഹമായ കാര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ഭഗവാന് ചില വസ്തുക്കൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടി പരാമർശിക്കാം. ഈ വസ്തുക്കൾ ഞാൻ ഈ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരും ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് തന്നെയാണ്. ആദ്യം മഞ്ഞ പട്ട് ഒരെണ്ണം വാങ്ങണം. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഒരു പിടി നാണയം ഈ നക്ഷത്രക്കാരെ 3 വട്ടം ഒഴിഞ്ഞെടുക്കുക. ആ വീട്ടിൽ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മറ്റ് വ്യക്തികളുണ്ട് എങ്കിൽ അവരെയും നിങ്ങൾ കുഴിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ കുടുംബത്തിലെ ഏവരെയും നിങ്ങൾക്ക് 3 വട്ടം ഇപ്രകാരം ഒഴിഞ്ഞെടുക്കാം. ശേഷം ഈ മഞ്ഞ പട്ടിൽ ഈ നാണയം വച്ച് കിഴികെട്ടുക. കിഴികെട്ടി നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കണം. ഒരു ദിവസമെങ്കിലും വിളക്ക് തെളിയിച്ചതിന് ശേഷം അടുത്ത ദിവസം ഈ കിഴിയുമായി നിങ്ങൾക്ക് ഗുരുവായൂരിൽ പോകാം. എല്ലാ ദുരിതങ്ങളും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ 3 വട്ടം നിങ്ങൾ ഒഴിയുക. ഇപ്രകാരം ഒഴിഞ്ഞതിന് ശേഷം പൂജാമുറിയിൽ വെച്ച് ഒരു ദിവസം വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് ഗുരുവായൂരിലേക്ക് പോകാം. ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഈ കിഴി ഭഗവാന് നിങ്ങൾക്ക് സമർപ്പിക്കാം. അതോടൊപ്പം ഞാൻ ഈ പരാമർശിക്കുന്ന വഴിപാട് കൂടി ഭഗവാന് നടത്തണം. അതിൽ ആദ്യത്തേതായ വഴിപാട് ഭഗവാന് വിശേഷപ്പെട്ട പാൽപായസമാണ്. അതോടൊപ്പം വെണ്ണ നിവേദ്യവും നിറമാലയും ഭഗവാന് വഴിപാടായി നടത്തുക. ഈ വഴിപാട് കൂടി നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ വർഷം നിങ്ങൾക്ക്
ഏറ്റവും ഐശ്വര്യപ്രദമായി തീരുന്നതാണ്. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടെയും മനഃശുദ്ധിയോടെയും തീർച്ചയായും ഈ വഴിപാടുകൾ നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഏവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.